സിനിമയ്ക്ക് വേണ്ടിയും എക്സ്ട്രീം എഫേർട്ട് എടുക്കുന്ന നടനാണ് വിക്രം. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് വിക്രത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. അഭിനയത്തോടും സിനിമയോടും അടങ്ങാത്ത പാഷനാണെന്നും എപ്പോഴും അസാധാരണമായ എന്തെങ്കിലും ചെയ്യാനാണ് തനിക്ക് താല്പര്യം എന്നതുമാണ് അദ്ദേഹത്തിന്റെ മറുപടി. സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുന്നതാണ് എപ്പോഴും വിക്രത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യില്ലെന്നും അതിനേക്കാൾ വലിയ ലഹരിയാണ് തനിക്ക് ജീവിതമെന്നും വിക്രം പറയുന്നു. അതിനും മുകളിലാണ് സിനിമയെന്ന വികാരമെന്നും തനിക്ക് ജീവശ്വാസമാണ് സിനിമയെന്നും വിക്രം കൂട്ടിച്ചേർക്കുകയാണ്. അന്യൻ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിച്ചതിനെ കുറിച്ചും വിക്രം അടുത്തിടെ സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ആ 3 കഥാപാത്രങ്ങളും മാറി മാറി വരുന്നത് എന്ന ചോദ്യത്തിന് ആ 3 പേരും തന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് വിക്രം പറഞ്ഞത്. ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് സീനിനെ കുറിച്ച് സംവിധായകൻ ശങ്കർ വിക്രത്തോട് പറയുന്നത്. ബ്രേക്ക് കഴിഞ്ഞ് വന്ന് 1 മണിക്കൂർ കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വിക്രം ടേക്കിന് ഓക്കെ ആയിരുന്നു. വളരെ എളുപ്പമായിരുന്നു ആ സീനെന്നും വിക്രം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയ ചിത്രങ്ങളിലൊന്നാണ് അന്യൻ. ക്ലൈമാക്സ് രംഗം എക്കാലത്തെയും മികച്ച സീനുകളിലൊന്നാണെന്നതിൽ തർക്കവുമില്ല. ആ രംഗമാണ് തനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് വിക്രം പറഞ്ഞിരിക്കുന്നത്. ബോക്സ് ഓഫീസ് സക്സസ് ആണോ സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരവും പ്രശംസയുമാണോ വിക്രത്തെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് തീർച്ചയായും അത് പ്രശംസ തന്നെയാണെന്ന് വിക്രം പറയുന്നു. സിനിമ വൻ വിജയമായാൽ അത് സന്തോഷമാണ്. അതിന്റെ സംവിധായകനെയും നായകനെയും ടെക്നിക്കൽ ക്രൂവിനെയും എല്ലാം പ്രശംസിക്കും. ബോക്സ് ഓഫീസിൽ കളക്ഷനും നേടും. അതേസമയം ചെയ്ത ഒരു മികച്ച പെർഫോമൻസിന് പ്രശംസ കിട്ടുന്ന ഫീലിങ്സ് വേറെ തന്നെയാണ്. സിനിമ പരാജയപ്പെട്ടാലും പെർഫോമൻസ് മോശമായി എന്നേ പറയൂ. അതേസമയം സിനിമ നന്നായാൽ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പ്രത്യേകിച്ച് ആരും എടുത്തു പറയില്ലെന്നും ആ സീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ തൃപ്തി തോന്നിയെന്നും എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റാവാത്തതിനാൽ ആരും ആ രംഗത്തെക്കുറിച്ച് സംസാരിച്ചു പോലുമില്ലെന്നും വിക്രം പറയുന്നു. പെർഫോമൻസിനാണ് താൻ എന്നും പ്രാധാന്യം നൽകുന്നതെന്നും ആരാധകർ ഒരിക്കലും തന്നിൽ നിന്ന് ഒരു മാസ് ബോക്സ് ഓഫീസ് സിനിമ പ്രതീക്ഷിക്കുന്നില്ലെന്നും വേറിട്ടത് എന്തെങ്കിലും ചെയ്യുന്നതിലാണ് അവർക്കും താല്പര്യമെന്നും താൻ ഫോളോ ചെയ്യുന്നതും അതാണെന്നും വിക്രം കൂട്ടിച്ചേർക്കുകയാണ്. പണ്ട് സംഭവിച്ച ഒരു അപകടത്തെ പറ്റി അടുത്തിടെ വിക്രം മനസ്സ് തുറന്നിരുന്നു. കരിയറിന്റെ തുടക്കകാലത്തെ ഓർമ്മയാണ് അദ്ദേഹം അന്ന് പങ്കുവച്ചത്. ഒരു അപകടത്തിൽ കാലൊടിഞ്ഞ വിക്രം ഇനി നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയായിരുന്നു. 3 വർഷം ആശുപത്രി കിടക്കയിലായിരുന്നു വിക്രം. 23 സർജറികളാണ് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് താങ്ങേണ്ടി വന്നത്. തുടർച്ചയായ ആശുപത്രി വാസവും സർജറികളും ഒക്കെ അതിജീവിച്ച് 10 മടങ്ങ് കരുത്തോടെ തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി നടക്കാൻ കഴിയില്ലെന്ന് കരുതിയിടത്തു നിന്ന് ഇന്ത്യൻ സിനിമ കണ്ട മികച്ച നടന്മാരുടെ കൂട്ടത്തിലേക്ക് ഉയരാൻ വിക്രത്തെ തുണച്ചത് അഭിനയത്തോടുള്ള അടങ്ങാത്ത ഈ അഭിനിവേശം തന്നെയാണ്. സമാനമായ ഒരു അനുഭവം സംവിധായകൻ പാ രഞ്ജിത്തും പങ്കുവച്ചിരുന്നു. തങ്കലാന്റെ ഷൂട്ടിനിടയിൽ വിക്രത്തിന്റെ വാരിയെല്ലിന് പരിക്കേറ്റിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എന്നാൽ വാരിയെല്ലിന് പരിക്കേറ്റിട്ട് പോലും ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് വിക്രം തീരുമാനിച്ചതെന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോടുള്ള കമ്മിറ്റ്മെന്റും സിനിമയോടുള്ള പാഷനും തന്നെ ഞെട്ടിച്ചു എന്നുമാണ് പാ രഞ്ജിത്ത് അന്ന് പറഞ്ഞത്. എത്ര റിസ്ക് എടുത്തും സിനിമ പൂർത്തിയാക്കാനുള്ള വിക്രത്തിന്റെ ഡെഡിക്കേഷനാണ് പാ രഞ്ജിത്ത് ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയത്. മുൻപും പല സംവിധായകരും വിക്രത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്.